തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വ്യാപകമായ അതിക്രമങ്ങളാണ് CPM നേതൃത്വത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ബോംബ് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു CPM-കാരന്റെ കൈപ്പത്തി ഇല്ലാതായി. എന്നിട്ടിപ്പോ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇങ്ങനെ അപഹാസ്യമാക്കരുത്. മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ക്രിമിനലുകൾക്ക് കൈബോംബുണ്ടാക്കി എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. എന്നിട്ട് പോലീസിനെ കൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ അത് പടക്കമാണ് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ പരിഹാസപാത്രമാക്കി മാറ്റുക. ഇത് അവസാനിപ്പിക്കണം. നിങ്ങൾ ആയുധം താഴെ വെച്ചേ മതിയാവും. കണ്ടില്ലേ, പരസ്യമായി വടിവാളുകളുമായി ആളുകളെ ആക്രമിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്, കൊല്ലുമെന്ന് പറയുകയാണ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുകയാണ്, ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കുകയാണ്. എത്ര ഹീനമായിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രതികാരം ചെയ്യുന്നത്. ഇതിനെ എല്ലാം ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും, ഒരു സംശയവും വേണ്ട. ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രവർത്തകരെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കില്ല. അവരെ സംരക്ഷിക്കാനുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും.